ആലപ്പുഴയ്ക്ക് ടൂറ് പോകണം. ഹൗസ് ബോട്ടിലൊന്ന് താമസിക്കണം. കരിമീനും മറ്റ് കടൽ വിഭവങ്ങളും ഒക്കെ ഒന്ന് കഴിക്കണം. സുഹൃത്തുക്കളുമായി പങ്കുവെച്ച ഒരു ടൂർ പദ്ധതിയുടെ അഭിപ്രായങ്ങളാണ് ഞാനീ പറഞ്ഞതൊക്കെ. ഇത്തരം ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധാരണമാണ്. ജലപ്പരപ്പിലെ ദിനരാത്രങ്ങൾ നമുക്ക് സ്വപ്നവും താല്പര്യവുമാണെങ്കിൽ അത് ജീവിത യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന ഒരു സമൂഹം ലോകത്തുണ്ട്. എനിക്ക് ചുറ്റും കാണുന്നത് അവരിൽ ചിലരുടെ വീടുകളാണ്. ഒരുപക്ഷെ നമ്മളിത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായിക്കൊള്ളണമെന്നില്ല. ചെറിയ ജലകുടിലുകളിൽ സ്വന്തം കോഴികളെയും പൂച്ചകളെയും ഒക്കെ താലോലിച്ച് ജീവിച്ചു തീർക്കുന്ന ഒരു പറ്റം മനുഷ്യർ. ചെറിയ കുഞ്ഞുങ്ങളടക്കം 8 10 അതിലധികമോ ആളുകൾ അന്തിയുറങ്ങുന്ന ചെറിയ കുടിലുകൾ. ഓളപ്പരപ്പുകളെ തഴുകി തലോടി അവരങ്ങനെ ജീവിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഉല്ലാസമാണ്, വിനോദമാണ്. എന്നാൽ കുഞ്ഞുനാൾ മുതലേ അതിസാഹസികമായി ജീവിതം നയിക്കുകയാണ് ഈ മനുഷ്യർ. പഠനമുറി, പാചകമുറി, ഭോജനമുറി, സന്ദർശകമുറി, വിശ്രമത്തിനും വിനോദത്തിനുമായി വേറെ വേറെ മുറികൾ, പ്രാഥമിക ആവശ്യങ്ങൾക്കായി കുളിമുറി. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ വീടിന് മനോഹാരിത പോരാ എന്നാണ് നമ്മുടെ മനോരഥം. ടർപോളിൻ കൂരയായി വിരിച്ച മരവഞ്ചിയാണ് അല്ലെങ്കിൽ ഫൈബർ വള്ളമാണ് ഇവരുടെ ഈ സൗകര്യങ്ങളെല്ലാം. ലഹഡാത്തുവിലെ കടൽ തീരത്തെ കടത്തിണകളിൽ ചിലപ്പോഴൊക്കെ ഇവർ നിവർന്നു കിടന്നുറങ്ങാറുണ്ട്. പൊരിവയിലും പേമാരിയുമെല്ലാം ജീവതാളങ്ങളുടെ നിറം മാറ്റിക്കൊണ്ടിരിക്കും. ഉന്നത ബിരുദങ്ങളും ഉയർന്ന ഉദ്യോഗവുമൊക്കെ ലക്ഷ്യം വെക്കുന്ന നമ്മിൽ പലരുടെയും ജീവിത നിലവാരം നിലവിൽ എത്രയോ മെച്ചപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയണം. ജീവിത സാഹചര്യങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ചേർത്ത് നിർത്താനായില്ലെങ്കിലും അവരെ മനസ്സിലാക്കാനും അവരോട് വെറുപ്പോ വിദ്വേഷമോ ജനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും നാം തയ്യാറാകണം. നാം ഇപ്പോൾ കേമന്മാരായിരിക്കുന്നത് സൃഷ്ടാവിൻ്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നേടിയെടുത്തു എന്ന് നമ്മൾ കരുതുന്നതൊന്നും കൂടെ കൊണ്ടുപോകാനാവില്ലല്ലോ. യോഗ്യതകൾ എത്രയുണ്ടാകിലും മണ്ണടിയുന്നതോടെ എല്ലാം തുല്യമാകും. 2.5 അടി മാത്രം വീതിയുള്ള തോണിയിൽ ആഹാരം പാകം ചെയ്യാനും കിടന്നുറങ്ങാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണിവർ. വസ്ത്രം കഴുകാനും കുളിക്കാനുമൊക്കെ കടൽ വെള്ളത്തെ തന്നെ ആശ്രയിക്കുന്നു. വലിയ തിരമാലകളില്ലാത്ത ശാന്തമായ ഓളം തള്ളുന്ന കടലാണ് ഇവരുടെ ആശ്രയം. ശുഭദിനം നേർന്നുകൊണ്ട് മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപ്പുറം.